നമസ്കാരം. ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു യുവതാരത്തിന്റെ അപ്രതീക്ഷിത വിരമിക്കലാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിലെ വെടിക്കെട്ട് ബാറ്റ്സ്മാനും മുൻ നായകനുമായ നിക്കോളാസ് പൂരൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേവലം 29 വയസ്സിൽ തന്റെ കരിയറിലെ മികച്ച ഫോമിൽ നിൽക്കുമ്പോഴാണ് പൂരൻ ഇങ്ങനെയൊരു നിർണായക തീരുമാനം എടുത്തത്. ഇത് ക്രിക്കറ്റ് ആരാധകരെയും വെസ്റ്റ് ഇൻഡീസ് ടീമിനെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. വിരമിക്കൽ പ്രഖ്യാപനം ഒരു ഹൃദയഭേദകമായ തീരുമാനമായാണ് ഏവരും കാണുന്നത്. ഈ വിരമിക്കൽ പ്രഖ്യാപനം പൂരാനെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു. തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ഈ വിവരം ആരാധകരെ അറിയിച്ചത്. ക്രിക്കറ്റ് എനിക്ക് മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു എന്നാണ് അദ്ദേഹം കുറിച്ചത്. വെസ്റ്റ് ഇൻഡീസ് ജനതയെ പ്രതിനിധീകരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഈ യാത്രയിൽ പിന്തുണ നൽകിയ ആരാധകർക്കും ഒപ്പം നിന്ന കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു എന്നുമായിരുന്നു പൂരാൻ കൂട്ടിച്ചേർത്തത്. ഈ തീരുമാനം വ്യക്തിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും IPL പോലുള്ള ഫ്രാഞ്ചൈസി ലീഗുകളിൽ താൻ തുടരുമെന്നും കളിക്കുമെന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിലെ ഒരു താരോദയം തന്നെയായിരുന്നു അദ്ദേഹം. സമീപകാലത്ത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കണ്ട മികച്ച വൈറ്റ് ബോൾ ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് നിക്കോളാസ് പൂരൻ. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി, അതായത് അതിവേഗം റൺ സ്കോർ ചെയ്യാനുള്ള കഴിവ്, ഒരുപാട് മത്സരങ്ങളിൽ വെസ്റ്റ് ഇൻഡീസ് ടീമിന് നിർണായക വിജയങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. 2016-ൽ T20 ഫോർമാറ്റിൽ അരങ്ങേറ്റം കുറിച്ച പൂരൻ പിന്നീട് വിൻഡീസ് ബാറ്റിംഗ് നിരയുടെ ഒരു നെടുംതൂണായി മാറുകയായിരുന്നു. വെറും 106 T20 മത്സരങ്ങളിൽ നിന്ന് 2275 റൺസാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരിയും സ്ട്രൈക്ക് റേറ്റും T20-യിലെ ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കൂടാതെ 2019-ൽ ഏകദിനത്തിലും അരങ്ങേറ്റം കുറിച്ച പൂരൻ ഈ ഫോർമാറ്റിലും തന്റെ കഴിവ് തെളിയിച്ചു. 61 ഏകദിനങ്ങളിൽ നിന്നായി 1983 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. 11 അർദ്ധ സെഞ്ചുറികളും ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. മധ്യനിരയിൽ ഇറങ്ങി മത്സരത്തിന്റെ ഗതി മാറ്റാൻ അദ്ദേഹത്തിന് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം കളിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. വെടിക്കെട്ട് ബാറ്റിങ്ങിനും വിക്കറ്റ് കീപ്പിങ്ങിനും പേര് കേട്ട പൂരൻ വെസ്റ്റ് ഇൻഡീസ് ടീമിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്രീസിലെ സാന്നിധ്യം തന്നെ എതിർ ടീമുകൾക്ക് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ടീമിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും രക്ഷകനായി അവതരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെറുപ്രായത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ IPL, MILC തുടങ്ങിയ ഫ്രാഞ്ചൈസി ലീഗുകളിൽ അദ്ദേഹം തന്റെ മികച്ച പ്രകടനം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകമെമ്പാടുമുള്ള T20 ലീഗുകളിൽ പൂരാന്റെ സാന്നിധ്യം ഇനി ഉണ്ടാകും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പൂരാന്റെ അഭാവം വെസ്റ്റ് ഇൻഡീസ് ടീമിന് ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ വിരമിക്കൽ വിൻഡീസ് ക്രിക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഒരു ബാലപ്രതിഭയായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. നിക്കോളാസ് പൂരൻ ചെറുപ്പം മുതലേ ക്രിക്കറ്റിനോട് അടങ്ങാത്ത അഭിനിവേശം കാണിച്ചിരുന്നു. നാപ്പറിമാക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ക്രിക്കറ്റ് ടീമിനായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഒരു ഇടം കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ വിവിധ പ്രായ വിഭാഗങ്ങളിലുള്ള മത്സരങ്ങളിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയെ പ്രതിനിധീകരിച്ചു. അണ്ടർ 19 കരിയറിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ ഒട്ടനവധിയുണ്ട്. വെറും 16 വയസ്സിൽ ദേശീയ അണ്ടർ 19 ടീമിൽ അരങ്ങേറ്റം കുറിച്ചതാണ്. വെസ്റ്റ് ഇൻഡീസ് അണ്ടർ 19-നായി ബംഗ്ലാദേശ് അണ്ടർ 19 ടീമിനെതിരെ കളിച്ചു. അണ്ടർ 19 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെ പ്രതിനിധീകരിച്ചു. ഈ ടൂർണമെന്റിൽ 303 റൺസ് നേടി ഓസ്ട്രേലിയക്കെതിരെ നേടിയ 143 റൺസ് ഏറ്റവും ഉയർന്ന സ്കോറായി മാറിയിരുന്നു. ഇത് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി മാറ്റി. ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്കുള്ള പ്രവേശനം, ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. കരീബിയൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ സീസണിൽ ട്രിനിഡാഡ് റെഡ് സ്റ്റീൽ ടീം പൂരാനെ സ്വന്തമാക്കി. 17 വയസ്സിൽ CPL കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അദ്ദേഹം മാറി. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗയാന ആമസോൺ വാരിയേഴ്സിനെതിരെ 24 പന്തിൽ നിന്ന് 54 റൺസ് നേടി തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വലിയൊരു അപകടം കരിയറിന് ഭീഷണിയായി മാറിയതായിരുന്നു മറ്റൊരു കാര്യം. പൂരാന്റെ കരിയർ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നത്. 2015-ൽ അദ്ദേഹത്തിന് ഒരു വലിയ ഗുരുതരമായ വാഹനാപകടം ഉണ്ടായി. ഈ അപകടത്തിൽ അദ്ദേഹത്തിന്റെ കാൽമുട്ടിനും കണങ്കാലിനും ഗുരുതരമായി പരിക്കേറ്റു. ഇത് അദ്ദേഹത്തെ ക്രിക്കറ്റ് ജീവിതം തന്നെ അവസാനിപ്പിക്കുമോ എന്ന സംശയമുയർത്തി. ഏകദേശം 2 വർഷത്തോളം അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. ഈ അപകടത്തിൽ നിന്ന് കരകയറാൻ പൂരൻ അനായാസമായ നിശ്ചയദാർഢ്യം കാണിച്ചു. കോറോൺ പോളാർഡ് പോലുള്ള മുതിർന്ന കളിക്കാർ അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകി. നീണ്ട ചികിത്സയ്ക്കും ഫിസിയോതെറാപ്പിക്കും ശേഷം 2016-ൽ അദ്ദേഹം വീണ്ടും ക്രിക്കറ്റിലേക്ക് മടങ്ങി വന്നു. 2016-ലെ CPL സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 200-ലധികം റൺസ് നേടി. ഈ പ്രകടനം ദേശീയ ടീമിലേക്ക് വഴി തുറക്കുകയും ചെയ്തു.
2016 പാകിസ്ഥാനെതിരെ 2020 ഫോർമാറ്റിൽ വെസ്റ്റ് ഇൻഡീസിനായി അരങ്ങേറ്റം കുറിച്ചു. ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചു. അങ്ങനെ ഒരുപാട് പ്രതിനിധികളെയും പരിക്കുകളെയും അതിജീവിച്ചാണ് നിക്കോളാസ് പുരാന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും കളിയോടുള്ള സ്നേഹവുമാണ് അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചത്.